BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ലൂണാർസ് പാദങ്ങൾക്ക് മുണ്ട് ആസை. Chamakalil Silks, the favorite silks. IDCB, let your deposits grow safe. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഡിസൈനർ ടൈൽസ്, കണിയാമ്പുഴി പാലത്തിന് സമീപം, കാഞ്ഞിരമറ്റം, തൊടുപുഴ. ഫോൺ 9497465290 9048520393. Oxygen, the digital shop, തൊടുപുഴ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം സിറ്റി ടൈംസ് ആൻഡ് മൊബൈൽ ഹൗസ്, ജ്യോതി ബസാർ, കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. വിശ്വാസം മാത്രമല്ല അടയാളവും. BAS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ന്യൂമാൻ കോളേജ് റോഡ്, തൊടുപുഴ. ഫോൺ 9447222792 9895423129 04862224248. ഗ്ലോബൽ സർക്കസ്, തൊടുപുഴ, ബംഗളൂർ ഷാപ്പുംപടിക്ക് സമീപം. ഏവർക്കും സ്വാഗതം. നമസ്കാരം. BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 67ാമത് റിപ്പബ്ലിക് ദിനം പ്രൗഢഗംഭീരമായി ആചരിച്ചു. ഇടുക്കിയിൽ മന്ത്രി PJ ജോസഫ് പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. റിപ്പബ്ലിക് ദിനത്തിൽ മലങ്കര MVIP കനാൽ മലിനീകരണത്തിനെതിരെ പെരുമ്പിളിച്ചിറ സെന്റ് ജോസഫ് UP സ്കൂൾ വിദ്യാർത്ഥികൾ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ഇടവെട്ടി പ്രണവം ലൈബ്രറിയുടെയും വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു ജോൺ ഉദ്ഘാടനം ചെയ്തു. എയർഫോഴ്സ് അസോസിയേഷൻ ഇടുക്കി ചാപ്റ്റർ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. കൊച്ചിൻ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ PK അബ്ദുൽ അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കാർഷികോൽപ്പന്നങ്ങൾക്ക് ആദായവില ഉറപ്പാക്കേണ്ടത് രാജ്യത്തിന്റെ കടമയാണെന്ന് മന്ത്രി PJ ജോസഫ്. രാജ്യം ഇന്ന് ഭക്ഷ്യകാര്യത്തിൽ സ്വയം പര്യാപ്തമാണെന്നും ഈ സ്ഥിതി തുടരണമെങ്കിൽ കാർഷിക മേഖലയെ സംരക്ഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു. റിപ്പബ്ലിക് ദിനത്തിൽ ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ലഭ്യമാകണം. ഇത് കർഷകരുടെ അവകാശവും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കടമയുമാണ്. ഇക്കാര്യത്തിൽ കോട്ടം തട്ടിയാൽ കാർഷിക മേഖല തകരുമെന്ന് മന്ത്രി പറഞ്ഞു. നാണ്യവിളകളുടെ ഉൽപാദനത്തിൽ പേരുകേട്ട സംസ്ഥാനമാണ് കേരളമെങ്കിലും ഉൽപ്പന്നങ്ങൾ വിലയിടിവ് ഭീഷണിയിലാണ്. ഏലവും റബ്ബറും വിലയിടിവ് നേരിടുകയാണ്. ഇത് തടയാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപടി സ്വീകരിക്കണം. വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി ലോകത്ത് നമ്മുടെ രാജ്യത്തിന് മുൻനിര സ്ഥാനമാണ് നേടിക്കൊടുത്തത്. ഓരോ പഞ്ചായത്തിലും വാർഡിനും സ്വന്തമായ പദ്ധതികൾ ഉണ്ടായിരിക്കണം. ഓരോ വീട്ടിലും 10,000 ലിറ്റർ മഴവെള്ളമെങ്കിലും സംഭരിക്കാൻ കഴിയുന്ന സംഭരണികൾ ഉണ്ടാകണം. ഭീകരവാദികളിൽ നിന്നുള്ള ഭീഷണിയാണ് രാജ്യം നേരിടുന്ന വെല്ലുവിളി. എന്നാൽ രാജ്യം ഒറ്റക്കെട്ടായി നേരിട്ട് ഈ ഭീഷണിയെ ചെറുത്തു തോൽപ്പിക്കും. മതേതരത്തെ നിലനിർത്തി ഒറ്റക്കെട്ടായി മഹാത്മാഗാന്ധി കാണിച്ചു തന്ന വഴിയിലൂടെ മുന്നേറി ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കുചേരാൻ മന്ത്രി ആഹ്വാനം ചെയ്തു. കാർഷിക രംഗത്ത് കാർഷികോൽപ്പന്നങ്ങളുടെ വില സ്ഥിരതയ്ക്ക് വേണ്ടി നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്ന മേഖല ശക്തിപ്പെടുത്തേണ്ടിയിരിക്കും. പോസ്റ്റ് ഹാർവെസ്റ്റ് ഓപ്പറേഷൻസ്, ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും സംഘടിതമായും ഭംഗിയായും മുന്നോട്ട് കൊണ്ടുപോകണം. കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഗവൺമെൻറ്റുകൾ ശക്തമായി മുന്നോട്ട് വരണമെന്നുള്ള കാര്യവും ഈ അവസരത്തിൽ നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. പരേഡിൽ ആംഡ് റിസർവ് ബറ്റാലിയൻ, ലോക്കൽ പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് എന്നീ വിഭാഗങ്ങളും NCC കേഡർ സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവരും പങ്കെടുത്തു. റോഷി അഗസ്റ്റിൻ MLA, ജില്ലാ കളക്ടർ ഡോക്ടർ A കൗശികൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഗസ്റ്റ് അഴകത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസമ്മ സാജൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, ജില്ലാ പോലീസ് മേധാവി KV ജോസഫ്, ADM KKR പ്രസാദ്, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ജില്ലാ 67ാമത് റിപ്പബ്ലിക് ദിനം പ്രൗഢഗംഭീരമായ രീതിയിൽ ആചരിച്ചു.
പരേഡ് കമാൻഡറും ആംഡ് റിസർവ് ഇൻസ്പെക്ടറുമായ EJ ജോസഫിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങൾ പങ്കെടുത്ത പരേഡിൽ മന്ത്രി PJ ജോസഫ് സല്യൂട്ട് സ്വീകരിച്ചു. പരേഡിൽ പങ്കെടുത്തവർക്കുള്ള ട്രോഫികൾ മന്ത്രി സമ്മാനിച്ചു. റിപ്പബ്ലിക് ദിനത്തിൽ മലങ്കര MVP കനാൽ മലിനീകരണത്തിനെതിരെ പെരുമ്പിളിച്ചിറ സെന്റ് ജോസഫ് UP സ്കൂൾ വിദ്യാർത്ഥികൾ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. പെരുമ്പിളിച്ചിറ കനാൽ ജംഗ്ഷനിൽ ചേർന്ന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് നിസാർ പഴേരി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് കളപ്പുരയ്ക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് മെമ്പർ ബെന്നി ചെറിയാൻ, മുനിസിപ്പൽ കൗൺസിലർ റെനി ജോഷി, മെമ്പർ ബീമ അനസ്, ജെസി കെ ജോർജ്, PK ഷാജി, ആനി ഷാജി, MM മാത്യു എന്നിവർ പ്രസംഗിച്ചു. പോലീസ് സബ് ഇൻസ്പെക്ടർ V വിനോദ് കുമാർ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. പെരുമ്പിളിച്ചിറയിൽ നിന്നും മലങ്കര വരെ കനാൽ റോഡിലൂടെ 12 കിലോമീറ്റർ ദൂരത്തിലാണ് സൈക്കിൾ റാലി നടത്തിയത്. സെന്റ് ജോസഫ് UPSന്റെ വളരെ ഏറ്റവും മാതൃകാപരമായ സ്വാഗതാർഹമായ ഒരു പരിപാടിയാണ്. റിപ്പബ്ലിക് ഡേ ദിനത്തിൽ തന്നെ ഈ ഒരു പരിപാടി ഏറ്റെടുക്കുവാൻ ഈ കുഞ്ഞുങ്ങൾ കാണിച്ച മാതൃക വളരെയധികം പ്രശംസനീയമാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ സ്കൂളിന്റെ സാരഥികളെയും ഈ പരിപാടികൾക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നു. റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് മുട്ടം ഗവൺമെന്റ് പോളിടെക്നിക്കിന്റെ പുതിയ അക്കാദമിക് ബ്ലോക്ക് മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 5 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടത്തിയത്. 2500 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടത്തിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ശാഖകൾക്കുള്ള ക്ലാസ് മുറികളും ലാബുകളും 500 പേർക്കിരിക്കാവുന്ന സെമിനാർ ഹാളുമാണ് സജ്ജമാക്കിയിരിക്കുന്നത്. കോളേജ് ക്യാമ്പസിന്റെ ചുറ്റുമതിൽ നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഇന്നൊവേഷൻ ആൻഡ് ഓണർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ഉദ്ഘാടനം ജില്ലാ ജഡ്ജി K ജോർജ് ഉമ്മൻ നിർവഹിച്ചു. മുട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടിയമ്മ മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ N ശാന്തകുമാർ, കോളേജ് പ്രിൻസിപ്പൽ P പ്രകാശൻ, മാത്യു ജോൺ, ജിമ്മി പോൾ, പ്രിൻസി സോയി, അന്നമ്മ ചെറിയൻ, സുമോ ജെയ്സൺ, ഷൈജ ജോമോൻ, ബീന ജോർജ്, ബൈജു കുര്യൻ, PA സന്തോഷ്, അഗസ്റ്റിൻ കള്ളിക്കാട്ട്, റെൻസി സുനീഷ് എന്നിവർ പ്രസംഗിച്ചു. എല്ലാ കുഴൽക്കിണറുകളിലും വെള്ളം ഉണ്ടാകണമെന്നില്ല. വെള്ളമൊക്കെ പാകത്തിന് വെള്ളമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും വെള്ളം സപ്ലൈ ചെയ്യാനുള്ള പദ്ധതി പ്രത്യേകിക്കുകയാണ്. 12 ടാപ്പുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് അധ്യാപകരെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ നിങ്ങൾക്കൊരു പുതിയൊരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പണികൾ ഏറ്റവും വേഗം ഇവിടെ ആരംഭിക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും നേരുന്നു. നല്ല നിലവാരം പ്രവൃത്തി മുന്നോട്ട് പോകുന്ന ഈ വിദ്യാലയത്തിലെ അധ്യാപകർക്കും PTAയും എല്ലാ ഭാഗങ്ങളും നേർന്നുണ്ട്. എയർഫോഴ്സ് അസോസിയേഷൻ ഇടുക്കി ചാപ്റ്റർ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. കൊച്ചിൻ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ PK അബ്ദുൽ അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് MP ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എബ്രഹാം ജോസ് സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ നോബിൾ ജോസഫ്, അഡ്വക്കേറ്റ് റജി G നായർ, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മെമ്പർ സണ്ണി തോമസ്, സജി അഗസ്റ്റിൻ, MR രാമകൃഷ്ണൻ നായർ, ഷീബ സി പിള്ള എന്നിവർ സംസാരിച്ചു. അമേരിക്ക വിറച്ചുപോയി, ലോകമാസകലം നാം എല്ലാം വിറച്ചുപോയി. ആ വലിയ സൗധം ഇങ്ങനെ കണ്ടപ്പോൾ ഇപ്പോഴും ആ കാഴ്ച ഒരു ഭീകരമായ ഒരു അവസ്ഥയാണ് മനസ്സിലുണ്ടാക്കുന്നത്. പിന്നീട് നാം പല രാജ്യങ്ങളും കണ്ടു. അറബി രാജ്യങ്ങളുടെ മേഖലയിലുണ്ടായ സംഘർഷങ്ങളെല്ലാം ഭീകരവാദത്തിന്റെ മുഖമാണ് ആദ്യം പേറുന്നത്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം നേടി കഴിഞ്ഞ 25 കൊല്ലമായിട്ടാണ് നാം ഈ ഭീകരവാദത്തിന്റെ മുഖങ്ങൾ കാണുന്നത്. പഞ്ചാബിലെ ഭീകരവാദം, രാജ്യത്തെ ഏറ്റവും വലിയ വെള്ളമുണ്ടാക്കിയ സംഭവമാണ് പഞ്ചാബ് ഭീകരവാദം. പാകിസ്ഥാൻ, അതിനുമുമ്പ് ഇന്ത്യ വിഭജന കാലത്ത് പാകിസ്ഥാനായി മാറി, പാകിസ്ഥാനിലെ ബംഗ്ലാദേശായി മാറി. ഇതെല്ലാം ചരിത്രം അറിയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്.
ഇപ്പൊ എന്തുകൊണ്ടാണെന്നറിയില്ല, പാകിസ്ഥാൻ നിരന്തരമായി പലതരത്തിലുള്ള ഭീകര സംഘടനകൾക്ക് ഔദ്യോഗികമായി തന്നെ താവളമൊരുക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് മാറിക്കഴിഞ്ഞിട്ട് വർഷങ്ങൾ കുറേ. ഇത് വളരെ ദുരൂഹമായിട്ട് ഒരു അന്താരാഷ്ട്ര പ്രശ്നമാണ്. എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ എല്ലാ നുഴഞ്ഞുകയറ്റത്തിന്റെയും കാരണം പാകിസ്ഥാനെന്ന് എല്ലാവർക്കും അറിയാം. പറയാൻ ആരും റെഡിയല്ല. അമേരിക്കൻ പ്രസിഡന്റുമാരെല്ലാം ഭാരതത്തിന്റെ 67ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തപസ്യ കലാ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രസംഗ മത്സരവും ദേശഭക്തി ഗാനാപന മത്സരവും സംഘടിപ്പിച്ചു. മത്സരങ്ങളുടെ സമാപനം കുറിച്ച് പൂർവ്വ സൈനിക കുടുംബ സംഗമവും സമാദരണ സദസ്സും നടന്നു. ഭാരതത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കേണ്ടതും ഭാരതത്തിന്റെ അഭിമാനം സൂക്ഷിക്കേണ്ടതും എന്നും നമ്മളുടെ കർത്തവ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ദേശസ്നേഹിയാണ് ഞാൻ. ഇത് പറയുമ്പോൾ എനിക്കൊരു കഥയാണ് ഓർമ്മ വരുന്നത്. പണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ഭാരതത്തിൽ നിന്നും ജപ്പാനിലേക്ക് പോവുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കടമ നിർവഹിക്കുന്നതിന് ശേഷം അവിടുത്തെ കുട്ടികളുമായിട്ടുള്ള ഒരു ഡിസ്കഷനിൽ, ഒരു സംവാദത്തിൽ ഏർപ്പെടാൻ അദ്ദേഹത്തിന് ചാൻസ് ഒരുക്കിയിരുന്നു. അപ്പം അദ്ദേഹം ആ കുട്ടികളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിലാദ്യം ഉണ്ടായ ചോദ്യം അദ്ദേഹം ചോദിച്ച്, ആരാണ് നിങ്ങളുടെ ആരാധ്യ ദൈവം? അപ്പോൾ കുട്ടികൾ എല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞു, ശ്രീബുദ്ധൻ. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് JCI തൊടുപുഴ ഗോൾഡിന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇന്റർ സ്കൂൾ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബ്യ ചെവാർ സമ്മാനദാനം നിർവഹിച്ചു. ജയറാണി പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി ജെഫിൻ ജെറി 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഡിപോൾ സ്കൂൾ വിദ്യാർത്ഥിനി മാളവിക അറവൈലോപ്പള്ളി, ജയറാണി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിനി നവീൻ ജോസഫ് എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾക്ക് അർഹരായി. രാഷ്ട്രവിഷയത്തിൽ ജനാധിപത്യത്തിന്റെ പങ്ക് എന്ന വിഷയത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. തൊടുപുഴ ഗോൾഡൻ JCS ഹാളിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഷിബു സി നായർ, ടോം തോമസ്, രാജേഷ് PS, PM മാത്യു, ഷൈജോ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ഒന്നാണല്ലോ ഇന്ത്യ. ജനങ്ങൾ തന്നെ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണക്രമമാണ് ജനാധിപത്യം. പ്രധാനമന്ത്രിയെയും സഹമന്ത്രിമാരെയും പ്രസിഡന്റിനെയും ഒക്കെ തിരഞ്ഞെടുത്ത് അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അടുത്തത് ആര് വേണമെന്ന് നാം തന്നെ തീരുമാനിക്കുന്നു. വോട്ടെടുപ്പിലൂടെ നാം ഇത് നടത്തുന്നു. ലോകത്തിൽ ജനാധിപത്യം കൈയാളുന്ന രാഷ്ട്രങ്ങളിൽ പ്രഥമമായ സ്ഥാനം ഇന്ത്യക്ക് തന്നെയാണ്. അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസുമാണ് പിൻനിരകളിൽ. ജനാധിപത്യം എന്നും നമ്മുടെ ആൾക്കാരാവണം. ഒരിക്കലും അധികാരത്തിലുള്ളവർ നമ്മുടെ മുതലാളികളല്ല, അവരെന്നും നമ്മുടെ തൊഴിലാളികളാണ്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് DYFI നേതൃത്വത്തിൽ പെരുമ്പിളിച്ചിറയിൽ പരിസര ശുചീകരണ പ്രവർത്തനം നടത്തി. DYFI ബ്ലോക്ക് സെക്രട്ടറി M മധു ഉദ്ഘാടനം ചെയ്തു. MM മാത്യു, നജീബ്, MU മുജീബ്, അൽത്താഫ്, മാഹിൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സഞ്ചാരയോഗ്യമല്ലാതിരുന്ന റോഡിന്റെ കുണ്ടും കുഴിയും അടയ്ക്കുക, പരിസരം വൃത്തിയാക്കുക എന്നീ പ്രവർത്തനങ്ങളാണ് DYFI നടത്തിയത്. 1950 ജനുവരി മാസം 26-ാം തീയതിയാണ് ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചത്. ഇന്ന് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ തന്നെ ഏറ്റവും അങ്ങേയറ്റത്തെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ളത്. വിവിധ തരത്തിലുള്ള ഭീഷണികൾ ഈ ആഘോഷത്തിൻ്റെ മേൽ പതിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അസഹിഷ്ണുത പരത്തുന്ന രീതിയിൽ സംസാരങ്ങൾ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായ രോഹിത് വെമുല അടക്കമുള്ള ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യ ഉൾപ്പെടെ
നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക സ്ഥിതി സംജാതമായിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യമെമ്പാടും റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തെ പെരുമ്പിള്ളിച്ചിറ ഭാഗത്തെ DYFIയുടെ നേതൃത്വത്തിലുള്ള ഒരു പറ്റ ചെറുപ്പക്കാർ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന രീതിയിൽ ഈ പ്രദേശത്ത് സേവന പ്രവർത്തനങ്ങൾ നടത്തുകയും. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. സിറ്റി ടൈംസ് ആൻഡ് മൊബൈൽ ഹൗസ്, ടൈറ്റാൻ, ഫാസ്റ്റ് ട്രാക്ക്, സൊനാറ്റ, ടൈമാക്സ്, Q&Q, സൂപ്പ് തുടങ്ങിയ ഇന്ത്യൻ നിർമ്മിത വാച്ചുകൾക്കൊപ്പം നിങ്ങൾക്ക് പ്രിയപ്പെട്ട വിദേശ നിർമ്മിത വാച്ചുകളായ കാസിയോ, സിറ്റിസൺ, സീക്കോ, ടിസോത്ത്, പോലീസ്, റാഡോ, ഫോസിൽ, ഈസ്പിരിറ്റ്, ഡീസൽ, വെസ്റ്റാർ, സിസ്റ്റാർ തുടങ്ങിയ ഏറ്റവും പുതിയ മോഡലുകൾ, എല്ലാവിധ വാൾ ക്ലോക്കുകളുടെയും വൻ കളക്ഷൻ, വിവിധ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾ, കൂടാതെ ടൈം പീസ്, കാൽക്കുലേറ്റർ, ക്യാമറ, പെർഫ്യൂംസ് ആൻഡ് കോസ്മെറ്റിക്സ്, ഡ്യൂട്ടി പെയ്ഡ് ഐറ്റംസ്, ലാൻഡ് ഫോൺസ് ആൻഡ് ബ്രാൻഡഡ് സൺഗ്ലാസസ്. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം സിറ്റി ടൈംസ് ആൻഡ് മൊബൈൽ ഹൗസ്, ജ്യോതി ബസാർ. 60 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. 916 സ്വർണ്ണാഭരണങ്ങളുടെ കമനീയമായ ശേഖരം. വ്യാപാരത്തിലെ കുലീനതയും വിശുദ്ധിയും, ഇടപാടുകളിലെ സത്യസന്ധതയും, സ്നേഹോഷ്മളമായ സേവന സന്നദ്ധതയും ഞങ്ങളുടെ മുഖമുദ്ര. ജന്മനക്ഷത്രക്കല്ലുകൾ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ തിരഞ്ഞെടുക്കുവാൻ കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. ആരോഗ്യനാവിൻ മോഹജാലകം താനെ തിരയുന്ന നേരമിന്നിതാ. ചാരേ തളിരണിയും ഏതോ സുരഭിലയാമം. വിശ്വാസം മാത്രമല്ല അടയാളവും. BAS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ബയോഗ്യാസ് വികസന പദ്ധതി പ്രകാരം ബയോനിർമ്മാൺ തൊടുപുഴ നിർമ്മിക്കുന്ന പ്ലാന്റുകൾക്ക് ഗവൺമെന്റ് സബ്സിഡിയായി 9,000 രൂപയും പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾക്ക് 8,000 രൂപയും ലഭ്യമാക്കുന്നു. ബയോനിർമ്മാൺ, ന്യൂമാൻ കോളേജ് റോഡ്, തൊടുപുഴ. ഫോൺ 944722 792 9895423129 04862 224248. ഗ്ലോബൽ സർക്കസ് തൊടുപുഴ വെങ്ങല്ലൂർ ഷാപ്പുംപടിക്ക് സമീപത്തായി നടക്കുന്നു. ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ജപ്പാൻ, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലെ താരങ്ങൾ കാഴ്ചവെക്കുന്ന അത്ഭുത പ്രകടനങ്ങൾ. ഗ്ലോബൽ സർക്കസ് തൊടുപുഴ, വെങ്ങല്ലൂർ ഷാപ്പുംപടിക്ക് സമീപം. ഏവർക്കും സ്വാഗതം. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 4 മണിക്കും രാത്രി 7 മണിക്കും. ഗ്ലോബൽ സർക്കസ് തൊടുപുഴ, വെങ്ങല്ലൂർ ഷാപ്പുംപടിക്ക് സമീപം. ഏവർക്കും സ്വാഗതം. ഗ്ലോബൽ സർക്കസ് ഏവർക്കും സ്വാഗതം. ഇടവെട്ടി പ്രണവ് ലൈബ്രറിയുടെയും വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു ജോൺ ഉദ്ഘാടനം ചെയ്തു. തൊണ്ടിക്കുഴ ചാലങ്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരുന്നു. റവറ സിസ്റ്റർ മേഴ്സി കുര്യൻ, പഞ്ചായത്തംഗങ്ങളായ സീന ഇസ്മായിൽ, TM മുജീബ്, അജ്നാസ്, അശ്വതി ആർ നായർ, കൈരളി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടോം കല്ലറയ്ക്കൽ, തേജസ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജയകൃഷ്ണൻ പുതിയടത്ത്, പത്മാവതി രഘുനാഥ്, ഇസ്മായിൽ പനക്കൽ, TC ചാക്കോ, PN സുധീർ, ഓമന മേനോൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു രീതി ഇപ്പോൾ കണ്ടുവരുന്നത്, എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വയം തീരുമാനിക്കുകയാണ്, അതിന് ഇന്ന ഗുളിക മേടിച്ചാൽ മതി. അല്ലെങ്കിൽ അടുത്ത മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ചോദിക്കുന്നു, എനിക്ക് ചെറിയ തലവേദനയുണ്ട്, മറ്റസുഖങ്ങളൊക്കെ ഉണ്ട്, അതിനെ പറ്റിയൊരു ഗുളിക തരണം. ആ ഗുളിക മേടിച്ച് കഴിച്ച് പലപ്പോഴും നമ്മൾ അപകടത്തിൽപ്പെടാറുണ്ട്. നമ്മൾ ഇതിന് പല സ്ഥലത്തും
കണ്ടുവരുന്ന ഒരു കാര്യം മടിയാണ്. ഹോസ്പിറ്റലിൽ ചെല്ലണം, അവിടെ വെയിറ്റ് ചെയ്യണം, ഡോക്ടറെ കാണണം, ഇതൊക്കെ നമുക്കൊരു വളരെ മടിയുള്ള കാര്യങ്ങളാണ്. ഒരുമാതിരി ആരോഗ്യമുണ്ടെങ്കിൽ നടന്നു പോകാനുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പോവുകയാണ്. അത് വളരെ മാരകമായ അസുഖത്തിലേക്കും തുടക്കത്തിലെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒട്ടേറെ അസുഖങ്ങൾ നമ്മളുടെ മരണത്തിന് വരെ വഴിതെളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് മാറുന്നതിനും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും അതുപോലെ തന്നെ നമുക്കറിയാം അവിടെ 3 റെസിഡന്റ് അസോസിയേഷനുകൾ വളരെ സജീവമായി ഇടപെട്ട് പ്രണവം. ട്രാക്കിന്റെ ആഭിമുഖ്യത്തിൽ വിവരാവകാശ, പൗരാവകാശ, സേവനാവകാശ നിയമങ്ങൾ സംബന്ധിച്ച് ശില്പശാല നടത്തി. ട്രാക്ക് പ്രസിഡന്റ് MC മാത്യു അധ്യക്ഷനായിരുന്നു. ട്രാക്കിന്റെ പഠന പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഈ ശില്പശാല സംഘടിപ്പിച്ചത്. നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ സംസ്ഥാന കോർഡിനേറ്റർ പീറ്റർ മ്യാലിപ്പറമ്പിൽ വിഷയാവതരണം നടത്തി. സെക്രട്ടറി സണ്ണി തെക്കേക്കര, ജില്ലാ കോർഡിനേറ്റർ സാജൻ ചാണ്ടി എന്നിവർ പ്രസംഗിച്ചു. നിങ്ങളുടെ മറുപടികളും അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങളും കൂടി ഒത്തുചേർന്നുകൊണ്ട് നമുക്കൊരു ഇൻ്ററാക്റ്റീവ് രീതിയിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയാനുള്ളൊരു സമീപനം കൂടി സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിവരാവകാശം, പൗരാവകാശം, സേവനാവകാശം മുതലായ വിഷയങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. ഈ വിവരാവകാശ നിയമം എന്ന് പറയുന്നത് നമുക്ക് അറിയുവാനുള്ള അവകാശമാണ്. നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മൾ ഇന്ത്യ എന്നൊക്കെ നമ്മൾ അഹങ്കരിക്കുമ്പോഴും നമ്മളുടെ ജനാധിപത്യം എത്രയോ ശക്തമാണ്, അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ആളുകൾ സംതൃപ്തരാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പല ക്ലാസ്സുകളിലും ഞാൻ ചോദിക്കുമ്പോൾ ആളുകളൊക്കെ പറഞ്ഞ പഴയ രാജഭരണമാകുമായിരുന്നു നല്ലത് എന്നും സ്വാതന്ത്ര്യം കിട്ടാതിരിക്കുകയായിരുന്നു നല്ലത് എന്നൊക്കെ ചില ആൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ അഭിപ്രായമുണ്ടോ? അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെയും അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ജനാധിപത്യം നല്ലതാണ്. ഈ ജനാധിപത്യത്തിൽ ഇന്ന് നമ്മൾ റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ്. നമുക്ക് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയെ ഒരു കമ്മീഷൻ വന്ന് വിചാരണ ചെയ്യുകയും. കരിമണ്ണൂർ വിന്നേഴ്സ് പബ്ലിക് സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. കലാസമിതിയുടെ ഉദ്ഘാടനം സിനിമാ താരം ഹണി റോസ് നിർവഹിച്ചു. എനിവേ ഒത്തിരി സന്തോഷം. അതേപോലെ തന്നെ ഈ ഒരു ആനുവൽ ഡേ സെലിബ്രേഷനിലൂടെ വരുമ്പം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് ഞാൻ പഠിച്ച സ്കൂള്, അവിടെ നടന്ന ഒരു ചെറിയ ഇൻസിഡൻ്റ് ആണ്. സോ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ബിക്കോസ് അത് മേബി ഏതെങ്കിലും രീതിയിൽ കുഞ്ഞുങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്താൽ എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. സോ ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു കഥ നടക്കുന്നത് ഞാൻ 2nd-ലോ 3rd-ലോ പഠിക്കുന്ന സമയത്താണ്. സോ കുട്ടിയാണ്. അപ്പം ഇങ്ങനെ ഒരു നൈറ്റ് ടൈമിലാണ് ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ടൈമാണ്. അപ്പം ഞാനും അതിന് മുമ്പ് എന്തൊക്കെയോ കുറേ പ്രോഗ്രാംസിൽ പോയി പങ്കെടുത്തിരുന്നു. അപ്പം എൻ്റെ മനസ്സിലുള്ള വിശ്വാസം എനിക്ക് എല്ലാത്തിനും പ്രൈസ് ഉണ്ട് എന്നുള്ളൊരു ഇതായിരുന്നു. ഞാൻ അമ്മേനെ കൂട്ടി വന്ന് സ്റ്റേജിൽ ഒരു സൈഡിൽ നിൽക്കുകയാണ്. അപ്പം എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കയറി പ്രൈസൊക്കെ വാങ്ങി ഇറങ്ങി പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം എൻ്റെ തെരുപ്പം വിളിക്കും നോക്കിയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവസാനം എല്ലാം കഴിഞ്ഞു, എനിക്ക് മാത്രം ഒരു പ്രൈസും ഇല്ല. ഭയങ്കര സങ്കടമായി, ഭയങ്കര കരച്ചില പിടിച്ചില ബഹളായി. അപ്പം അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് അത് കണ്ടപ്പോൾ വലിയ സങ്കടമായി. അപ്പോൾ അമ്മേനെ ആശ്വസിപ്പിച്ചു, ഒന്നും വിഷമിക്കില്ല, അതിനേക്കാളൊക്കെ വലിയൊരു നിലയിൽ എനിക്ക് എത്താൻ കഴിയും, ഒന്നും വിഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. എനിവേ ഈ 2-3 ആഴ്ച മുമ്പ് ആ സ്കൂളിൽ തന്നെ അതേ സ്റ്റേജിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് പ്രൈസ് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഭാഗ്യം, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എനിക്കുണ്ടായി. സോ ആ സമയത്ത് ഞാൻ അവരായിട്ട് പറഞ്ഞു ഇങ്ങനെ ഈ ഒരു എൻ്റെ ഓർമ്മ. സോ എന്താ പറയുക, നമുക്കൊരു ഡ്രീം ഉണ്ട്. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ നെയ്യശ്ശേരി കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോജോ പോൾ അധ്യക്ഷത വഹിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രസന്നൻ, ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് തങ്കപ്പൻ, പഞ്ചായത്ത് അംഗങ്ങളായ PK ശിവൻകുട്ടി, സിബി കുഴിക്കാട്ട്, കരിമണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ, നെയ്ശ്ശേരി പള്ളി വികാരി ഫാദർ ജോസഫ് കോയിക്കക്കുടി, ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ NS ഹരിനാരായണൻ, സൂപ്രണ്ട് എഞ്ചിനീയർ സുനിൽ P ജോർജ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ജോർജ് ഡാനിയൽ, KK രാജൻ, KM സിജു, വിജയൻ താഴാനി, NK ഇല്യാസ് എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ കോൺട്രാക്ട് ബന്ധപ്പെട്ട് ഈ വർക്കുകൾ തുടങ്ങി വയ്ക്കാൻ തീരുമാനിച്ചു. കോവിഡിൽ
6 മാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 6 മാസം എടുക്കേണ്ട കാര്യം ഇത് പണി വേനൽക്കാലത്ത് പണി ചെയ്താൽ നമുക്ക് പണി പൂർത്തിയാക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ സീസണിൽ തന്നെ ഇത് ശരിക്കും ശ്രമിച്ചാൽ ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം കൊണ്ട് തീർക്കാം. എന്ന് പറഞ്ഞാൽ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ പണികൾ പൂർത്തിയാക്കാം. കോൺട്രാക്ട് അപ്പം മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് പൂർത്തിയാക്കാവുന്ന കോൺട്രാക്ടർ ശ്രമിച്ചിരിക്കുന്നു. ബന്ധപ്പെട്ട എഞ്ചിനീയേഴ്സും അത് കൃത്യമായി സൂപ്പർവൈസ് ചെയ്ത് തീർക്കണം. ഇടവെട്ടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇത്തരം സാമൂഹ്യവിരുദ്ധരെ അമർച്ച ചെയ്യുവാൻ പോലീസും ഭരണാധികാരികളും തയ്യാറാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. നേരത്തെ ഈ പ്രാവശ്യം നമ്മുടെ ഇങ്ങനെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ ഇങ്ങനെ വേസ്റ്റ് കൊണ്ടിടുന്നത് പല പ്രാവശ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളിവിടെ കൈരളി റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇതിനു മുമ്പ് ആളുകൾ ജാഗരൂകരായി നിന്നതിൻ്റെ ഫലമായിട്ട് ഒരു പ്രാവശ്യം വേസ്റ്റ് ഇട്ട ഒരാളെ പിടിച്ചു. അത് അന്ന് മാതൃകപരമായിട്ട് അവരെ ശിക്ഷിക്കുകയും ചെയ്തു. പക്ഷേ പലപ്പോഴും ഇത് ബോധപൂർവമായിട്ട് തന്നെ ആളുകൾ ഇങ്ങനെ സംഘം ചേർന്ന് തൊടുപുഴ ടൗണിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഇടവെട്ടി പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും കൊണ്ടുവിടുന്ന ഒരു പതിവാക്കി മാറ്റിയിരിക്കുകയാണ്. ജനങ്ങളെ സംഘടിപ്പിച്ച് ശക്തമായിട്ട് സമരപരിപാടികളുമായിട്ട് പഞ്ചായത്തിൻ്റെ ഒക്കെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ വളരെ ജാഗരൂകരായി കണ്ടുകൊണ്ട് ഇങ്ങനെ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാനുള്ള എല്ലാവിധ നീക്കങ്ങളും ജനങ്ങളുടെ ഭാഗത്തും ഉണ്ടാകും. ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾ അത് ശക്തമായി തിരിച്ചടി നൽകും. ഇത് ഇത്തരക്കാർ ഈ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെ അമർച്ച ചെയ്യുവാൻ പോലീസും അതുപോലെ തന്നെ മറ്റ് ഭരണാധികാരികളും തയ്യാറാണെന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. വണ്ടമറ്റം സെന്റ് ജോർജ് പള്ളിയിൽ ഇടവക തിരുനാൾ ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് ഭക്തിനിർഭരമായ പ്രദർശനം നടന്നു. വികാരി ഫാദർ ജോസഫ് മക്കോളിൽ, ട്രസ്റ്റിമാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹലോ ഞാൻ പ്രദക്ഷിണം എടുത്തോണ്ടിരിക്കാൻ വിളിക്കാം. ഓൾ കേരള ഗൾഫ് റിട്ടേൺ ഓർഗനൈസേഷൻ തൊടുപുഴ മുനിസിപ്പാലിറ്റി 4-ാം വാർഡിലെ അംഗനവാടിക്ക് വാട്ടർ ടാങ്കും ഫാനും നൽകി. കൗൺസിലർ ജിഷ ബിനു, VN മായ, ഓൾ കേരള ഗൾഫ് റിട്ടേൺ ഓർഗനൈസേഷൻ പ്രസിഡന്റ് N സുരേന്ദ്രൻ, സെക്രട്ടറി EM ജോസ്, ജനറൽ സെക്രട്ടറി KS അജി, ജോസ് പന്നാരക്കുന്നൽ എന്നിവർ പ്രസംഗിച്ചു. അപ്പോൾ 4-ാം വാർഡിൽ നമ്മുടെ ഒരു അംഗൻവാടിയുടെ പ്രശ്നങ്ങൾ ചർച്ചയിലുണ്ടായിരുന്നു. അത് പ്രകാരം ചർച്ചയിൽ സംസാരിച്ചു. കുട്ടികൾക്ക് ചൂട് കൊണ്ടിരിക്കാൻ വയ്യ എന്നുള്ള സാഹചര്യം പറഞ്ഞു. രണ്ടാമത് വെള്ളം കുടിക്കാൻ ഒരു ടാങ്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളുടെ സംഘടനയുടെ പേരിലും ഞങ്ങളുടെ സൊസൈറ്റിയുടെ പേരിലും ഒരു വാട്ടർ ടാങ്കും ഒരു ഫാനും ഞങ്ങൾ കൊടുക്കാൻ സാധിച്ചു. ഈ കൊച്ചു കുട്ടികളെ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഈ നഴ്സറിക്ക് വേണ്ടി ഞങ്ങളുടെ പ്രവാസികളിൽ നിന്നും പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു വാഗ്ദാനം കൂടെ ഞാൻ പറയുന്നുണ്ട്. ഒരിടവേള കൂടി.
സഖിയോ ഇവൾ കനകമലരോ പൊന്നിപ്പൂമലരോ ഇവളാരോ. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. Celebrating 64 years of service. Lunars, Lunars down, என்றுமே comfort. Lunars, Lunars down, ரொம்ப ரொம்ப fit. புது புது ரகங்களில் மனதினை கவருது Lunars. Lunars in fashion, passion, attraction எங்கெங்கும் என் Lunars. Lunars, Lunars இது ரொம்ப ரொம்ப சூப்பர். Lunars பாதங்களுக்கு முண்டு ஆசை. Chamakalil Silks, the favorite silks. കാവനാൽ ലൈറ്റ് ഹൗസ് ആൻഡ് സാനിറ്ററി, പുളിമൂട്ടിൽ പൈനിയർ കോംപ്ലക്സ്, മണക്കാട് ജംഗ്ഷൻ, തൊടുപുഴ. ഇലക്ട്രിക് ഐറ്റംസ്, ഫാൻസി ലൈറ്റുകൾ, വി-ഗാർഡ് മോട്ടർ, വാട്ടർ ടാങ്കുകൾ, സെപ്റ്റിക് ടാങ്കുകൾ, CP ടാപ്പുകൾ, സ്റ്റീൽ സിങ്കുകൾ, ടവൽ റാഡുകൾ, PVC പൈപ്പ് ആൻഡ് ഫിറ്റിംഗ്സ്, മിറർ മുതലായവയുടെ വിപുലമായ ശേഖരം. കാവനാൽ ലൈറ്റ് ഹൗസ് ആൻഡ് സാനിറ്ററി, മണക്കാട് ജംഗ്ഷൻ, തൊടുപുഴ. ഫോൺ 228863225501. എന്റെ നിക്ഷേപങ്ങൾക്ക് മികച്ച ഒരു ബാങ്ക് കണ്ടെത്തി. 40 വർഷങ്ങളുടെ പാരമ്പര്യം, വൈവിധ്യമാർന്ന നിക്ഷേപ പദ്ധതികൾ, മികച്ച പലിശ നിരക്കുകൾ. ഇന്നത്തെ ദിവസം ഓർമ്മയിൽ മായാതെ നിൽക്കാൻ ഒരു കാരണം കൂടി. IDCB. ലെറ്റ് യുവർ ഡെപ്പോസിറ്റ്സ് ഗ്രോ സേഫ്. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. കുരുവിത്തടം ഏജൻസീസ് TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, ഓവൻ, ഗ്രൈൻഡർ, AC, അയൺ ബോക്സ്, ഫാൻ തുടങ്ങി വിവിധങ്ങളായ ഗൃഹോപകരണങ്ങളുടെ അമൂല്യ ശേഖരവുമായി കുരുവിത്തടം ഏജൻസീസ്. സ്പെൻടെക്സ് ഡിസൈനർ ടൈൽസ്, കണിയാമൊഴി പാലത്തിന് സമീപം, കാഞ്ഞിരമറ്റം, തൊടുപുഴ. ഫോൺ 9497465290 9048520393. വീടുകളുടെ പോർച്ചുകൾക്കും മുറ്റത്തിനും അനുയോജ്യമായ ഡിസൈനർ ടൈലുകളുടെ വിവിധ മോഡലുകൾ. മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടുകൂടി ടൈലുകൾ വിരിച്ചു കൊടുക്കുന്നു. സ്പെൻടെക്സ് ഡിസൈനർ ടൈൽസ്, കണിയാമൊഴി പാലത്തിന് സമീപം, കാഞ്ഞിരമറ്റം, തൊടുപുഴ. ഫോൺ 9497465290 9048520393. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. സ്പെൻടെക്സ്. ലോകോത്തര നിലവാരമുള്ള സ്മാർട്ട് ഫോൺ ശ്രേണികളുടെ ഒരു അത്ഭുത ലോകം ഇതാ നിങ്ങൾക്ക് മുൻപിൽ. ഓക്സിജൻ ദ ഡിജിറ്റൽ ഷോപ്പ്. സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ്, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, IP ക്യാമറ, കമ്പ്യൂട്ടർ ആക്സസറീസ് തുടങ്ങിയവയുടെ വിവിധ ബ്രാൻഡുകൾ കൂടാതെ ഉന്നത നിലവാരമുള്ള IT പ്രോഡക്റ്റുകൾ നിങ്ങൾ സ്വന്തമാക്കുന്നതിനൊപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും ലാപ്ടോപ്പ് സർവീസും ഞങ്ങൾ നൽകുന്നു. ഓക്സിജൻ ദ ഡിജിറ്റൽ ഷോപ്പ്, തൊടുപുഴ. വാർത്തകൾ തുടരുന്നു. കേരള ഗണക മഹാസഭ തൊടുപുഴ ശാഖയുടെ വാർഷികം ആഘോഷിച്ചു. കേരള ഗണക മഹാസഭ സംസ്ഥാന ട്രഷറർ PS ഗോപി ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി R ബൈജു, KG കൃഷ്ണൻ, വൈദ്യൻ VS കുമാർ, TG രാമകൃഷ്ണൻ, TK വിജയൻ, PR കൃഷ്ണൻ, ഗിരിജ രവി, KG സജി, MS രാജൻ, TR രാജൻ, PT രാജു കരിങ്കുന്നം എന്നിവർ പ്രസംഗിച്ചു. അവരെ കഴിയുന്ന രീതിയിൽ അവർ വളരെയധികം ശ്രമിച്ചിട്ടാണ് ഒരു ശാഖ രൂപീകൃതമായിട്ടുള്ളത്. അതായത് ഈ തൊടുപുഴ ടൗൺ ശാഖ എന്ന് പറയുന്ന ഉദ്ദേശം 35-36 കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന കാഞ്ഞിരമറ്റ ശാഖയുടെയും കരിങ്കുന്ന ശാഖയുടെയും അതുപോലെ 2 ശാഖകളാണ് പ്രധാനപ്പെട്ട ശാഖകളുടെ ഭാഗങ്ങളാണ് വരുന്നതിനകത്ത്. മറ്റ് ശാഖയിലെ അംഗങ്ങളും ഈ നമ്മുടെ ശാഖയിൽ താമസിക്കുന്നുണ്ട്. അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സമുദായ സംഘടനയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സമുദായ അംഗങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു
ശാഖ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശാഖാ ഭാരവാഹികൾക്ക് സഹായിച്ചിട്ടുണ്ട്. അതിനോട് സഹകരിച്ച മുഴുവൻ അംഗങ്ങൾക്കും, പ്രത്യേകിച്ച് തൊടുപുഴ താലൂക്ക് യൂണിയനും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗം അജയ് തറയിലിന് അറക്കുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്രാങ്കണത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം അറക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PA വേലുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ബിജി വേലുക്കുട്ടൻ, ശ്രീനി പീതാംബരൻ, ജി മോഹനൻ, VR സുരേഷ്, TK ശങ്കരൻ, KP ഗോപി, SK ഉണ്ണികൃഷ്ണൻ, KK ഷിബു, ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ AR വേണുഗോപാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി രക്ഷാധികാരി സോമശേഖരൻ നായർ മണിമല സ്വാഗതവും ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ PK ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. നിഷേധിച്ചു എന്ന് ഒരു 2 ആഴ്ചക്കാലം മുൻപ് നമ്മൾ പത്രമാധ്യമങ്ങൾ കൂടി നമുക്കറിയാൻ സാധിച്ചു. ശബരിമലയുടെ പരിശുദ്ധിയും പരിപാവനയും നിലനിർത്തണമെങ്കിൽ സ്ത്രീകൾക്ക് കടന്നുകൂടാ എന്നുള്ള സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം. കാരണം നമുക്കറിയാം 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ മാത്രം ശബരിമലയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ അതിൻ്റേതായ എല്ലാ ചിട്ടവട്ടങ്ങളും അതോടൊപ്പം തന്നെ അനുഗ്രഹങ്ങളും ഉണ്ടാകും. കാരണം നമുക്കറിയാം സ്ത്രീകൾക്ക് ചെല്ലാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളും കടന്നു ചെല്ലാൻ പറ്റാത്ത ചില ദിവസങ്ങളും ഉള്ളപ്പോൾ ശബരിമലയെ പോലെ പരിശുദ്ധമായ ഒരു സന്നിധിയിലേക്ക് വിവാദത്തിലേക്ക് വലിച്ചെടുക്കുന്ന ഏത് കാര്യത്തിനും കോടതിയെ ആശ്രയിക്കുന്ന ഈ ജനസമൂഹത്തിന് ഒരു മറുപടിയായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഭക്തജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. തീർച്ചയായിട്ടും ആ വിധി സ്ത്രീകൾക്ക് 50 വയസ്സ് മാത്രം 50 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ ഇടയാകട്ടെ എന്ന് അരക്കുളത്തപ്പനോട് പ്രാർത്ഥിച്ചുണ്ട്. അതുപോലെ തന്നെ ബഹുമാന്യനായ ശ്രീ ദേവസ്വം ബോർഡ് മെമ്പറോട് എനിക്കൊരു അപേക്ഷയാണ് പറയാനുള്ളത്. കാലങ്ങളായി 50-60 വർഷക്കാലം മുൻപ് അരക്കുളത്തപ്പൻ്റെ സമീപത്തി തോട് പുറമ്പോക്കിൻ്റെ സ്ഥലത്ത് താമസിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്നും ഒരു വീട് പഞ്ചായത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ അവർക്ക് കൈവശരേഖ കിട്ടാത്ത സാഹചര്യത്തിൽ അത് ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ് സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആ നീതി നിഷേധിക്കുന്നു. ഹെൽത്തി ലിവിംഗ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ സഹകരണത്തോടെ ക്യാൻസർ സെമിനാർ നടന്നു. ഫിലിപ്പ് ചേരിയിൽ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ TK സുധാകരൻ നായർ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ G രാജശേഖരൻ ആമുഖ പ്രഭാഷണം നടത്തി. ക്യാൻസർ കാരണങ്ങൾ, പ്രതിവിധി, പ്രതിരോധം, ആയുർവേദ സമീപനങ്ങൾ എന്ന വിഷയത്തിൽ പൈനാവ് ഗവൺമെന്റ് ആയുർവേദ ഓഫീസർ ഡോക്ടർ ക്രിസ്റ്റി ജേത്തുണ്ടിയിൽ സെമിനാർ നയിച്ചു. അഡ്വക്കേറ്റ് മാത്യു തോട്ടുങ്കൽ സ്വാഗതവും KS സോമൻ നന്ദിയും പറഞ്ഞു. അടുത്ത കാലങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏതോ ഒരു അസുഖം വന്ന് നമ്മൾ കാണാൻ പോലെ മരണമോ ഒക്കെയായി ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ അത് കൂടുതലും മറ്റേത് അസുഖത്തേക്കാൾ കൂടുതൽ ക്യാൻസർ ബാധിച്ചാണ്. തീർച്ചയായിട്ടും അതുപോലെ പ്ലാസ്റ്റിക് ഉൽപ്പന്ന കത്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും പല വേദികളിലും നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം പെട്ടെന്ന് എളുപ്പം നോക്കി നമ്മുടെ വീടുകളിൽ പോലും അടുപ്പത്ത് പോലും തീ പിടിപ്പിക്കാൻ എളുപ്പം എന്നുള്ള നിലയിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ നഗരസഭ ഈ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ എന്ന നടപടിക്രമം കുറച്ചും കൂടി കടുത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സമീപനം കൈക്കൊള്ളുന്നുണ്ട്. അതുപോലെ വേസ്റ്റ് സംബന്ധമായ അതെല്ലാം ശേഖരിക്കുന്നതിനുള്ള നടപടികൾ ആലോചിച്ച് നടപ്പായി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ നമുക്ക് പരിഹാരം ഉണ്ടാകുവാൻ കഴിയും. വലിയ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. പ്രസംഗത്തെക്കാൾ ഉപരി വളരെ നമുക്ക് പ്രയോജനകരമായ ക്ലാസ് എടുക്കാൻ ഇവിടെ ഡോക്ടർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും നമുക്കും എല്ലാം വിലപ്പെട്ട ഈ ക്ലാസ് കൂടുതൽ സമയം നഷ്ടപ്പെടുത്താതെ ആ ഇതിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി ഈ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട്. ചീനിക്കുഴിയിലും പരിസര പ്രദേശങ്ങളിലും സാമൂഹ്യവിരുദ്ധ ശല്യം വർദ്ധിച്ചതായി പരാതി. ടൗണിലും സമീപ വീടുകളിലും പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും പെട്രോൾ ഊറ്റുന്നത് പതിവായിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളിൽ നിന്നാണ് കൂടുതലായി പെട്രോൾ ഊറ്റുന്നത്. കരിമണ്ണൂർ പോലീസ് ശ്രദ്ധിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഉത്സവ കാഴ്ചകൾ. ഉത്സവങ്ങളിൽ ആനകളെ ഉപയോഗിക്കുന്നത് നിയന്ത്രണം വന്നപ്പോൾ ചേറായിക്കൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കുതിരകളെ ഉപയോഗിച്ച് താളത്തിനനുസരിച്ച് നൃത്തച്ചൂടുകൾ വെച്ചത് കാഴ്ചക്കാർക്ക് കൗതുകമായി. കരിമണ്ണൂരിൽ നിയന്ത്രണം വിട്ട ലോറി ബൈക്കുകളിലും വെയിറ്റിംഗ് ഷെഡിലും ഇടിച്ചു കയറി. ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞാണ് സംഭവം. ബൈക്കിൽ യാത്ര ചെയ്ത 2 പേരെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് അപകടം. അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് കരുതുന്നു. ചരമവാർത്തകൾ. തൊടുപുഴ ശാരദാവിലാസം പ്രഭാകരൻ നായർ നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി.
മടക്കത്താനം ചാത്തൻകോട്ടിൽ മാധവി ഗോവിന്ദൻ നിര്യാതയെ 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വേങ്ങച്ചോട് ചക്കാലക്കുന്നിൽ കുടുംബാംഗമാണ്. മക്കൾ ലിഷ, ബിജു, മരുമക്കൾ നാരായണൻ, ബിജി. കുണിഞ്ഞി മാമാന്തി വാര്യത്ത് MK പ്രഭാകര വാര്യർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ ഓമന, മക്കൾ ജ്യോതി, സ്മൃതി, ഹരിദാസ്, മരുമക്കൾ അഡ്വക്കേറ്റ് S അനിൽകുമാർ, ശ്രീജിത്ത്, സെറീന. മാർത്തോമ തെക്കടശ്ശേരിയിൽ പരേതനായ തോമസിന്റെ ഭാര്യ മേരി നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആവോലി പാലക്കാട് കുടുംബാംഗമാണ്. മക്കൾ റോയി, സാജു, മാർട്ടിൻ, നിമ്മി, ആൻസമ്മ, മരുമക്കൾ മേരി തുരുത്തേൽ, സോയ ഏരിമറ്റത്തിൽ, ലിസി പൊന്നാരത്തിൽ, ഷാജി പുത്തൂർ, മാത്യു പുത്തൻപുരയിൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2500 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 95 രൂപ 50 പൈസ. റബ്ബർ RSS 5 കിലോഗ്രാമിന് 91 രൂപ 50 പൈസ. ഇന്നത്തെ താപനില. ചൊവ്വാഴ്ചത്തെ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 67ാമത് റിപ്പബ്ലിക് ദിനം പ്രൗഢഗംഭീരമായി ആചരിച്ചു. ഇടുക്കിയിൽ മന്ത്രി PJ ജോസഫ് പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. റിപ്പബ്ലിക് ദിനത്തിൽ മലങ്കര MVIP കനാൽ മലിനീകരണത്തിനെതിരെ പെരുമ്പിളിച്ചിറ സെന്റ് ജോസഫ് UP സ്കൂൾ വിദ്യാർത്ഥികൾ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ഇടവെട്ടി പ്രണവം ലൈബ്രറിയുടെയും വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു ജോൺ ഉദ്ഘാടനം ചെയ്തു. എയർഫോഴ്സ് അസോസിയേഷൻ ഇടുക്കി ചാപ്റ്റർ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. കൊച്ചിൻ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ PK അബ്ദുൽ അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.